ഇപ്പോൾ ചെറുപുഴയിൽ നിന്നുള്ള വിവരങ്ങളുമായി ദിനേശ് കൂടി ചേരുന്നുണ്ട്. ദിനേശ്, ഈ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ തന്നെ വോട്ടർമാരുടെ വലിയ നിര രാവിലെ മുതൽ പ്രകടമാണ്. പോളിംഗ് ഏതാണ്ട് 7% മുകളിൽ കണ്ണൂർ ജില്ല ഇതിനകം തന്നെ രേഖപ്പെടുത്തിയും കഴിഞ്ഞു. ചെറുപുഴയിൽ നിന്നുള്ള വിവരങ്ങൾ എങ്ങനെയാണ്? അവിടെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ടോ വോട്ടർമാരുടെ? അർജുൻ, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ട വോട്ടിംഗ് ഏകദേശം 2 മണിക്കൂർ പിന്നിടുമ്പോൾ ചെറുപുഴ മേഖലയിൽ, ചെറുപുഴ മലയോര മേഖലയിൽ പെരിങ്ങമൈക്കര പഞ്ചായത്തും ചെറുപുഴ പഞ്ചായത്തും ഉൾപ്പെടെയുള്ള മലയോര മേഖലയിലെ വോട്ടിംഗ് മന്ദഗതിയിലാണെന്ന് പറയേണ്ടി വരും. ഏകദേശം ആദ്യത്തെ കുറച്ച് സമയം മാത്രമാണ് വോട്ടർമാരുടെ തിരക്കുണ്ടായിരുന്നത്. ബാക്കി ഇപ്പോഴൊക്കെ പോളിംഗ് ബൂത്തുകൾ വലിയ തിരക്ക് അനുഭവപ്പെടുന്നില്ല എന്നുള്ളതാണ് വസ്തുത. രണ്ടാം ബൂത്ത്, ചെറുപുഴ പഞ്ചായത്തിലെ രണ്ടാം ബൂത്തിൽ 10 മിനിറ്റ് വൈകിയാണ് പോളിംഗ് ആരംഭിച്ചത്. ചെറിയ ഈ പോളിംഗ് യന്ത്രത്തിലെ സാങ്കേതിക തടസ്സം മൂലം 10 മിനിറ്റ് വൈകിയാണ് വോട്ടിംഗ് ആരംഭിച്ചത്. ബാക്കിയുള്ള എല്ലാ ബൂത്തുകളും തന്നെ കൃത്യമായി 7 മണിക്ക് തന്നെ വോട്ടിംഗ് ആരംഭിച്ചിരുന്നു. പക്ഷേ വോട്ടിംഗ് മന്ദഗതിയിലാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ചെറുപുഴ മേഖലയിൽ ഈ പ്രശ്നബാധിത ബൂത്തുകളൊക്കെ ഉണ്ട് ദിനേശ്, അവിടെങ്ങളൊക്കെ എങ്ങനെയാണ് സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ? ചെറുപുഴ പോലീസ് സ്റ്റേഷനിൽ 6 ബൂത്തുകളാണ് മാവോയിസ്റ്റ് ഭീഷണിയുള്ള ബൂത്തുകളുള്ളത്. 13 പ്രശ്നബാധിത ബൂത്തുകളാണുള്ളത്. ഈ പ്രശ്നബാധിത ബൂത്തുകളിലും മാവോയിസ്റ്റ് ഭീഷണിയുള്ള ബൂത്തുകളിലും അധിക സേനാംഗങ്ങളും ലൈവ് ടെലികാസ്റ്റിംഗും ഉണ്ട്. കോഴിച്ചാൽ മേഖലയിലും ജോസ്ഗിരി മേഖലയിലുമാണ് മാവോയിസ്റ്റ് ഭീഷണിയുള്ള ബൂത്തുകൾ ഉള്ളത്. അവിടെ തണ്ടർബോൾട്ട് ഉൾപ്പെടെയുള്ള അധിക സേനാംഗങ്ങൾ വിന്യസിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ചെറുപുഴ പഞ്ചായത്തിലൊക്കെ തന്നെ വാശിയേറിയ ഒരു പോരാട്ടമാണ്. ഈ ആരോപണ പ്രത്യാരോപണങ്ങളുമായി നേതാക്കളൊക്കെ തന്നെ കളം വാണ ഒരു കാഴ്ചയാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങളൊക്കെ തന്നെ രാവിലെയൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നോ? ഇതുവരെ അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. 2 മുന്നണികളും വാശിയേറിയ പ്രചരണ പ്രവർത്തനങ്ങളും ആരോപണ പ്രത്യാരോപണങ്ങളും ഉന്നയിച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അതുപോലെ തന്നെ അത് വോട്ടർമാരിലേക്ക് എത്തിക്കാനുള്ള പ്രവർത്തനങ്ങളും അവർ ആ രീതിയിൽ തന്നെ ചെയ്തിരുന്നു. ഇതുവരെയായിട്ടും ഒരു സ്ഥലത്തും പ്രശ്നങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല.